അർദ്ധവാർഷിക പരീക്ഷ 2ാം ക്ലാസ് ലിസാനുൽ ഖുർആൻ. പ്രധാനമായും പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരുന്ന 5, 6, 7 എന്നീ 3 പാഠങ്ങളുടെ റിവിഷൻ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മറ്റു 2 പാഠഭാഗങ്ങളുടെ വീഡിയോയുടെ ലിങ്ക് കമൻറ്റിലുണ്ട്. ആവശ്യമുള്ള ആളുകൾക്കത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഒരുപോലെ വരുന്ന വാക്കുകളിലുള്ള വൈരുദ്ധ്യങ്ങളായ അർത്ഥങ്ങൾ, അതുപോലെ തന്നെ മറ്റു വാക്കുകളുടെ ആശയങ്ങൾ, ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ എല്ലാം ഉൾപ്പെടുത്തിയ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഉപകാരപ്രദമായ വീഡിയോയാണ്. പാഠഭാഗങ്ങളിലെ എല്ലാ വിഷയങ്ങളും മനസ്സിലാക്കി നമുക്ക് കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ പഠിപ്പിക്കാവുന്നതാണ്. നേരെ പാഠത്തിലേക്ക് കടക്കാം. ലിസാനുൽ ഖുർആൻ അദ്ദർസു സാബിഉ, പാഠം 7. ഐനൽ ഹമാമത്തു, പ്രാവ് എവിടെ? വ്യത്യസ്തങ്ങളായ 4 ചിത്രങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ആ ചിത്രങ്ങൾക്ക് നേരെ ചിത്രങ്ങൾ എവിടെയാണ് ഉള്ളത് എന്നുള്ള നിലക്കുള്ള ചോദ്യവും അതിൻ്റേതായ രൂപത്തിലുള്ള മറുപടിയും അവിടെ നൽകിയിട്ടുണ്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഐന സൂമു, വെളുത്തുള്ളി എവിടെ? അസൂമു ഫിൽ ഇനായി, വെളുത്തുള്ളി പാത്രത്തിലാണ്. ചോദ്യവും ഉണ്ട്, അതിൻ്റെ ഉത്തരവുമുണ്ട്. രണ്ടാമത്തത് പ്രാവിൻ്റെ ചിത്രമാണ്. ഐനൽ ഹമാമത്തു, പ്രാവ് എവിടെ? അൽ ഹമാമത്തു അലൽ ജിദാരി, പ്രാവ് ചുമരിന്മേലാണ്. അടുത്തത് ഐന ദറാജത്തു, സൈക്കിൾ എവിടെ? അദ്ദറാജത്തു ഫി ഷാരി, സൈക്കിൾ റോഡിലാണ്. സൈക്കിൾ ഓടിക്കുന്ന ഒരു മകൻ്റെ ചിത്രം നമുക്ക് കാണാം. ഐനൽ ഇബ്നു, കുട്ടി എവിടെ? അൽ ഇബ്നു അല ദറാജത്തി, കുട്ടി സൈക്കിളിന്മേലാണ്. അപ്പോൾ ചിത്രത്തിന് നേരെ ചോദ്യവും ആ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഉത്തരവുമാണ് നമ്മളിപ്പോൾ വായിച്ചിട്ടുള്ളത്. ഈ പാഠത്തിലെ പ്രധാന ഭാഗമാണിത്. ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എവിടെ എന്ന് എങ്ങനെ ചോദിക്കും, എവിടെ എന്ന് ചോദിച്ച ഒരാളോട് ഏത് രൂപത്തിൽ മറുപടി പറയണം എന്നുള്ളതാണ് ഈ പാഠത്തിലൂടെ കുട്ടികളെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കി കൊടുക്കുന്നത്. ഈ പാഠം വായിച്ചു കഴിയുന്നതിലൂടെ അറബിയിൽ എവിടെ എന്നുള്ള ചോദ്യവും അതിനിക്ക് നൽകാവുന്ന മറുപടിയും ഓരോ കുട്ടിയും പഠിക്കും എന്നുള്ളതാണ്. ഇനി നമുക്ക് പാഠഭാഗത്തിലെ പ്രധാന വാക്കുകൾ വായിക്കാം. ഹയ്യാ നസ്അലു കമാഫിൽ മിസാൽ, വരൂ നമുക്ക് ഉദാഹരണത്തിലുള്ളതുപോലെ ചോദിക്കാം. അൽ ഇബ്നു അല ദറാജത്തി, ഐനൽ ഇബ്നു, കുട്ടി സൈക്കിളിൽ മേലാണ്, കുട്ടി എവിടെ? അപ്പോൾ ചോദ്യവും അതിൻ്റെ ഉത്തരവും നമുക്കവിടെ കാണാൻ കഴിയും. അസ്സമക്കു ഫിൽ മായി, മത്സ്യം വെള്ളത്തിലാണെന്ന് പറയുമ്പോൾ നമുക്ക് ചോദിക്കാം ഐന സമക്കു, മത്സ്യം എവിടെയാണ്? ഇനി അൽ ഹഖീബത്തു അല തോവിലെത്തി, ബാഗ് മേശപ്പുറത്താണെന്ന് പറയുമ്പോൾ ഐനൽ ഹഖീബത്തു, ബാഗ് എവിടെ? അപ്പോൾ ഈ രൂപം പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്യണം. പരീക്ഷയ്ക്ക് ഇങ്ങനെ വിട്ട ഭാഗത്ത് ചിലപ്പോൾ ആൻസർ കൊടുക്കും, ചിലപ്പോൾ ചോദ്യം കൊടുക്കും. ചോദ്യം കൊടുക്കുമ്പോൾ അതിൻ്റെ ഉത്തരം എഴുതണം, ഉത്തരം കൊടുക്കുമ്പോൾ ചോദ്യം ഉണ്ടാക്കണം. അൽ മാ ഉ ഫിദ് ദൽവി, വെള്ളം ബക്കറ്റിലാണെന്ന് പറയുമ്പോൾ നമുക്ക് ചോദിക്കാം ഐനൽ മാ ഉ, വെള്ളം എവിടെ? അപ്പോൾ ഇതിലൂടെ ഐന കൊണ്ടുള്ള ചോദ്യം ഉണ്ടാക്കലും അതിനക്ക് ശേഷം അതിൻ്റെ ഉത്തരം എഴുതുന്ന രൂപവും നമ്മൾ ഒന്നുകൂടെ മനസ്സിലാക്കി. ഇനി നസിലു സുആല വൽ ജവാബ, ചോദ്യവും ഉത്തരവും യോജിപ്പിക്കാം എന്നുള്ളതാണ്. ചോദ്യം നിങ്ങൾക്ക് കാണാം. ഐനൽ ഉമ്മു, ഉമ്മ എവിടെ? അൽ ഉമ്മു ഫിൽ ബൈത്തി, ഉമ്മ വീട്ടിലാണ്. ഐനൽ മുഅല്ലിമു, അധ്യാപകൻ എവിടെ എന്ന് ചോദിച്ചാൽ എന്തെഴുതണം ഉത്തരം? അൽ മുഅല്ലിമു ഫിസ് സുഫി, മുഅല്ലിമ് ക്ലാസ്സിലാണ്. ഇനി ഐനൽ കഅബത്തു, കഅബ എവിടെ? ഇമ്പോർട്ടൻ്റ് ആണ്. അൽ കഅബത്തു ഫി മക്ക, കഅബ മക്കയിലാണ്. ഇനി ഐന സമക്കു, മത്സ്യം എവിടെ? അസ്സമക്കു ഫിൽ മായി, മത്സ്യം വെള്ളത്തിലാണ്. സമക്കിൻ്റെ അറബിയും അറിയണം, വെള്ളത്തിൻ്റെ അറബിയും അറിയണം. അതിനോടൊപ്പം ഫി ചേർക്കുന്നത് കൂടെ അറിയണം. ഇതും കൂടെ കൂടുമ്പോഴാണ് ഉത്തരമാകുന്നത്. ഇനി അടുത്തത് നസ്അലു വനുജീബു കമാ ഫിൽ മിസാലി,
ഉദാഹരണത്തിലുള്ള പോലെ ചോദിക്കാം, ഉത്തരം പറയാം. ഐനൽ മാഉ, അൽ മാഉ ഫിദ്ദൽവി. നേരത്തെ നമ്മൾ ഉത്തരം പറഞ്ഞ് ചോദ്യം ഉണ്ടാക്കി. ഇനി ചോദ്യം കൊടുത്ത് ഉത്തരം എഴുതാനാണ്. പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് കൊണ്ടുവരുന്നത്, ചെറിയ ചെറിയ മാറ്റങ്ങളോടുകൂടെ കൊണ്ടുവരുന്നത് കുട്ടികൾക്ക് ഇതിൽ നല്ലോണം ഈ വിഷയം ഉറക്കുന്നതിന് വേണ്ടിയാണ്, മൈൻഡിൽ ഉറക്കുന്നതിന് വേണ്ടിയാണ്. ഐനൽ മാഉ, വെള്ളം എവിടെ? അൽ മാഉ ഫിദ്ദൽവി, വെള്ളം ബക്കറ്റിലാകുന്നു. ഐനൽ കലമു, പേന എവിടെ? അൽ കലമു അലൽ കിതാബി, പേന പുസ്തകത്തിൻ്റെ മേലാണ്. ഐനൽ ബിത്തീഹത്തുൻ, ബിത്തീഹത്ത് ബത്തക്ക എവിടെ? അൽ ബിത്തീഹത്തു ഫിസ്സല്ലത്തി, ബത്തക്ക കൊട്ടയിലാണ്. ഐന മാഞ്ച, മാഞ്ച മേങ്കോ എവിടെ? അൽ മാഞ്ച അല ഷജറത്തി, മാങ്ങ മരത്തിൻ്റെ മുകളിലാണ്. നഖറഉ മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്നും നമുക്ക് വായിക്കാം. ഐന ശുറകാഉകും, നിങ്ങളുടെ കൂട്ടുകാർ എവിടെ? ഫഅൈന തദ്ഹബൂൻ, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ ഇതോടുകൂടെ ഈ ഒരു പാഠത്തിൻ്റെ വിശദീകരണം കംപ്ലീറ്റ് ആയി. ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സന്തോഷം കമൻറ്റിലൂടെ അറിയിക്കുക. തുടർന്നും നല്ല നല്ല വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം.